അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്ന ഒരു ആയത്ത്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅ്റൂഫി വയൻഹൗന അനിൽ മുൻകർ. അല്ലാഹു തആല പറയുകയാണ്, സത്യവിശ്വാസികളായ ആണുങ്ങൾ, സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങൾ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായികളാണ്. ചിലർക്ക് സഹായികളാണ്. അഥവാ മുഅ്മിനീങ്ങളായ ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം, മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദത്തിൽ ജീവിക്കണം. പിന്നൊരു കാര്യം കൂടി അള്ളാഹു പറയുന്നുണ്ട്, യഅ്മുറൂന ബിൽ മഅ്റൂഫ്, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കണം. വയൻഹൗന അനിൽ മുൻകർ, തിന്മയെ തൊട്ട് തടയണം. അപ്പം നല്ല കാര്യം കൽപ്പിക്കുകയും വേണം, തിന്മ തടയുകയും ചെയ്യണം. ഇതൊരു ബാധ്യതയാണ്. ഇത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. നമ്മളെ ഉത്തമ സമൂഹമായി അള്ളാഹു പ്രഖ്യാപിച്ചപ്പോഴും അള്ളാഹു പറഞ്ഞിങ്ങനെയാണ്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളാണ് നല്ല ആളുകൾ, നല്ല സമൂഹം നിങ്ങളാണ്. ആ നല്ല സമൂഹമാകാനുള്ള യോഗ്യത അള്ളാഹു പറഞ്ഞത് നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കണം, തിന്മയെ തടയണം. നിങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്ന വേറെ ആയത്തുണ്ട്, വൽ തകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാവണം. അതൊരു നന്മ കൽപ്പിക്കണം, തിന്മയെ തടയണം. യഥാർത്ഥത്തിൽ മുൻഗാമികൾക്ക് സംഭവിച്ചു പോയ അപജയങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ പരാജയങ്ങളോ എന്താവണമെങ്കിലും അതിൻ്റെയൊക്കെ കാരണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഖുർആൻ പറയുന്നുണ്ട്, അവർ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുകയില്ല, തിന്മയെ തൊട്ട് അവർ തടഞ്ഞില്ല എന്നാണ്. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലു ലബിഅസ മാ കാനൂ യഫ്അലൂൻ. അല്ലാഹു തആല ഖുർആനിൽ പറയുന്ന ഒരു കാര്യമാണ്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയുന്നുണ്ട്, ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മർയമ ദാലിക ബിമാ അസവ വകാനൂ യഅ്തദൂൻ. അമിതമായിട്ട് തെറ്റ് ചെയ്തത് കൊണ്ടും അതുപോലെ നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കാത്തത് കൊണ്ടും തിന്മയെ തൊട്ട് തടയാത്തത് കൊണ്ടും മുൻഗാമികൾക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുന്നവൻ്റെ ഉപമയും അതിൽ നിലകൊള്ളുന്നവൻ്റെ ഒക്കെ ഉദാഹരണങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തരുന്നത് ഒരു കപ്പൽ യാത്ര പോലെയാണ്. കപ്പൽ യാത്രയിൽ ചില ആളുകൾക്ക് നറുക്ക് കിട്ടിയത് കപ്പലിൻ്റെ മുകളിൽ താമസിക്കാനാണ്, ചില ആളുകൾക്ക് കപ്പലിൻ്റെ അടിഭാഗത്ത് താമസിക്കാനാണ്. അപ്പം അടിഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ മുകളിൽ പോകണം. അങ്ങനെ അവർ വിചാരിച്ചു, ഇങ്ങനെ എപ്പോഴും മുകളിൽ പോയി മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ, കാരണം നമുക്ക് വെള്ളം കിട്ടാൻ എന്തുണ്ട്, എളുപ്പമാണ്. ഒരു ഓട്ട തുളച്ചാൽ നമുക്ക് വെള്ളം കിട്ടും. കാരണം കപ്പലിൻ്റെ പകുതി ഏകദേശമൊക്കെ ഭാഗം വെള്ളത്തിലായിരിക്കും. അപ്പോൾ കപ്പലൊന്ന് ഒരു ഓട്ട തുളച്ചാൽ വെള്ളം കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങിയാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ആലോചിക്കാൻ പറ്റും. കപ്പൽ മുങ്ങും, കപ്പലിലേക്ക് വെള്ളം കയറും, കപ്പൽ മുങ്ങും, മുകളിലും താഴെയുള്ളവരൊക്കെ മുങ്ങി നശിക്കും. അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ആ ഓട്ട തുളക്കുന്നവൻ്റെ കൈക്ക് പിടിക്കണം, അവനോട് പറയണം, ഇത് ചെയ്യാൻ പാടില്ല, ഇത് നമ്മൾ അപകടമാണ്, അപകടത്തിലേക്കാണ് നമ്മൾ നീങ്ങുക എന്ന് പറയാതിരുന്നാൽ, ആരും അവിടെ നിശബ്ദത പാലിച്ചാൽ എല്ലാവരും നശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ തറകൂ, അവരെ അതിന് വിട്ടാൽ, അവർ വഇൻ അഖദൂ
അല ഐദീഹിം, അവരുടെ കൈ പിടിച്ചാലോ നജൗ വനജൗ ജമിയ, അവരും രക്ഷപ്പെടും, മുഴുവൻ ആളുകളും രക്ഷപ്പെടും. അപ്പോൾ അവൻ്റെ കൈ പിടിക്കലാണ്, അവനോട് അതിൽ നിന്ന് അവനെ പിന്മാറ്റലാണ് അവിടെ ചെയ്യേണ്ടത്. നല്ലൊരു കാര്യമാണ്. അപ്പം അവിടെ തിന്മയെ തടഞ്ഞു എന്നുള്ളത് കൊണ്ട്, തിന്മയെ തടയുക വഴി വലിയ ഒരു അപകടത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി എന്ന പോലെ തിന്മകൾ നാടുകളിൽ സർവ്വവ്യാപകമായി സംഭവിക്കുമ്പോൾ അതിനെതിരെ മിണ്ടാതിരുന്നാൽ, അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ നാട് മുഴുവൻ നശിക്കും, അപകടങ്ങൾ വരും, പ്രകൃതി ദുരന്തങ്ങൾ വരും, പല പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കണം. അത് തെറ്റായ ചിന്താഗതികൾ, മുസ്ലിങ്ങളെ നശിപ്പിക്കുന്ന തെറ്റായ വിശ്വാസങ്ങൾ അവരിലേക്ക് കൊണ്ടുവരുമ്പോഴും, ലഹരി പോലത്തെ വേണ്ടാത്തരം കൊണ്ടുവരുമ്പോഴും, അക്രമങ്ങളും അനീതിയും കൊണ്ടുവരും, എല്ലാ നിലക്കും വിശ്വാസപരമായും കർമ്മപരമായും ഏതൊരു പ്രശ്നങ്ങളാണോ ഈ സമൂഹം നേരിടുന്നതെങ്കിൽ അതിനെതിരെ ശബ്ദിക്കണം. പണ്ഡിതന്മാർ ശബ്ദിക്കണം, അതുപോലെ ഉമറാക്കൾ ശബ്ദിക്കണം, എല്ലാവരും ശബ്ദിക്കണം. അതിനെതിരെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എല്ലാവരും നശിക്കലാണ്, സമൂഹം നശിക്കലാണ്. ദുന്യാവിൽ നിന്ന് ചിലപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പ്രതിധ്വനി നമുക്ക് നേരിടേണ്ടി വരും. ആഖിറത്തിൽ എന്തായാലും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ലഹറൽ ബിദ്ഉ, പുതിയ ആശയങ്ങൾ വരുമ്പോൾ അതിങ്ങനെ പ്രകടമാകുമ്പോൾ ഫസക്കത്തൽ ആലിം, പണ്ഡിതൻ മിണ്ടാതിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ്റെ മേൽ അള്ളാഹിൻ്റെ ശാപമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് കാണിപ്പിച്ചത് ഒരു സംഭവം. റസൂലുള്ളാഹി തങ്ങൾ സ്വർണ്ണമോതിരിട്ട ഒരാളുടെ അടുക്കലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയപ്പോൾ ആ കയ്യിൽ നിന്ന് ആ സ്വർണ്ണ മോതിരം എടുത്തിട്ട്, പുരുഷന്മാർക്ക് സ്വർണ്ണമോതിരം ധരിക്കൽ ഹറാമാണല്ലോ, അത് സ്ത്രീകൾക്കാണ്, പട്ടും സ്വർണവും സ്ത്രീകൾക്കാണ്. അപ്പോൾ ആ കയ്യിൽ നിന്നത് വലിച്ചെറിഞ്ഞ് റസൂലുള്ള പറഞ്ഞു, നരകത്തിൽ നിന്നൊരു തീക്കട്ട നീ ധരിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിനത് ഒരു വെറുപ്പായി. ഇനി ഞാൻ സ്വർണ്ണമോതിരം ധരിക്കൂല എന്നുള്ളിടത്ത് അദ്ദേഹം എത്തി. കാരണം തീക്കട്ടയാണല്ലോ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോൾ വേറെ ആൾ പറഞ്ഞു, ഖുദ് ഖാതമക ഇൻതഫി, വലിച്ചെറിഞ്ഞ മോതിരം എടുത്ത് നിനക്ക് ഉപകരിച്ചോ, നീ എന്തെങ്കിലും എനിക്ക് ആവശ്യമെങ്കിൽ എന്തെങ്കിലും എടുക്കാലോ, ധരിക്കാനല്ല വേറെന്തെങ്കിലും വീട്ടുകാരെല്ലാം ഉപയോഗിക്കാനോ എടുക്കാലോ, വിൽക്കാനോ ഒക്കെ ഉപയോഗിക്കാലോ. അപ്പോൾ അദ്ദേഹം പറയാണ്, ലാ വല്ലാഹി ലാ, ഞാൻ എടുക്കൂല, വല്ലാഹി അള്ളാഹിനെ തന്നെയാണ് സത്യം, ലാ ആഹുദുഹു അബദ, ഒരിക്കലും ഞാനത് എടുക്കൂല. കാരണം വഖദ് തറഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള വലിച്ചെറിഞ്ഞൊരു സാധനമാണ്, റസൂലുള്ള വലിച്ചെറിഞ്ഞൊരു സാധനം ഞാൻ എടുക്കൂല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇത് സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസാണ്. എന്താണ് ഇതിൽ നമുക്ക് കിട്ടേണ്ട സന്ദേശം? സ്വർണ്ണമോതിരം കയ്യിൽ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉപദേശിച്ചെങ്ങനെയാണ്, തീയിനകത്തൊരു തീക്കട്ട, നരകത്തിൽ നിന്നൊരു തീക്കട്ട നീ ധരിക്കാൻ ഇഷ്ടപ്പെടുകയാണോ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വല്ലാത്തൊരു പേടി, പഠിച്ചവനെ സ്വർണം ധരിക്കൽ വലിയ കുറ്റമാണ്. അങ്ങനെ ആ മോതിരത്തിനോട് തന്നെ അദ്ദേഹത്തിന് വെറുപ്പായി എന്നാണ് ഹദീസിൻ്റെ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം തിന്മയോട് നമുക്ക് അങ്ങനെ ആകണം എന്നാണ്. അള്ളാഹിൻ്റെ റസൂല് വെറുത്തത് വെറുക്കാനും റസൂലിനെ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാനും ഒരു മുസ്ലിമിന് സാധിക്കണം എന്നാണ്. ഒരു മുസ്ലിമിൻ്റെ മനോനില അങ്ങനെ ആവണം. നമ്മുടെ മാനസികാവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് നാം കൊണ്ടെത്തിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നല്ല കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യണം, നിങ്ങളെ പിന്തുണ വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.